ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പ്രേമം സീരീസിൻ്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പൊക്കെ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ കേട്ടോ. അധ്യായം 414 അച്ഛൻ ആരാണെന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് കടക്കുന്ന ഒരു അടിപൊളി സൂപ്പർ ഭാഗമാണിത്. കേൾക്കുന്ന എല്ലാവരും ഈ ഒരു ചാനലൊന്ന് ലൈക്കും ഹൈപ്പൊക്കെ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ ഭാഗത്തിൻ്റെ അവസാനത്തോടു കൂടിയാണ് കേട്ടോ അശ്വിൻ്റെ അച്ഛൻ ആരാണെന്നുള്ള ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് കടക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഒരു പുതിയ ദിവസം. തണുത്ത കാറ്റ് ഭൈരവിൻ്റെ മുഖത്ത് തണുപ്പ് തലോടി. നീണ്ട ഒരു ഉറക്കത്തിൽ നിന്നും അപ്പോഴാണ് ഭൈരവ് കണ്ണു തുറന്നത്. ഇന്നലെ സൂരജുമായിട്ടുള്ള സംസാരം പല തിരിച്ചറിവുകളും ഭൈരവിന് നൽകിയിരുന്നു. നിങ്ങൾ ഒരാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയാണെങ്കിൽ അവരുടെ സന്തോഷവും പുഞ്ചിരിയും നിലനിർത്താനുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടുള്ള സ്നേഹത്തിലൂടെ തനിക്ക് സന്തോഷം ലഭിക്കുമെന്ന് കരുതിയിരുന്നു. അതുപോലെ അശ്വിൻ്റെ യഥാർത്ഥ അച്ഛൻ ഭൈരവാണെന്നാണ് സിദ്ധാർത്ഥ് കരുതിയിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് അവൻ പലപ്പോഴും ഭൈരവിനെ കൊല്ലാതെ വിട്ടത്. ആ ഒരു യാഥാർത്ഥ്യവും ഇന്നലെ രാത്രിയിൽ അവൻ മനസ്സിലാക്കുകയായിരുന്നു. സിദ്ധാർത്ഥ് നീലിമയുമായി ചേർന്നതിൽ പിന്നെ അവന് ഒരുപാടധികം മാറ്റമുണ്ട്. അവൻ തന്നോടുള്ള ശത്രുതയ്ക്ക് പ്രധാന കാരണം നീലിമ മാത്രമായി മാറി. അല്ലാതെ ഒരു വിധത്തിലുള്ള ബിസിനസ് പോറുകളും അവർക്കിടയിൽ കുറേ കാലമായിട്ടുണ്ടായിട്ടില്ല. സത്യത്തിൽ സിദ്ധാർത്ഥിൻ്റെ രീതികളോട് ഭൈരവിന് ഒരിക്കലും മത്സരിക്കാൻ കഴിയില്ല. അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഭൈരവിന് ഒരല്പം സമാധാനം തോന്നി. സിദ്ധാർത്ഥുമായിട്ടുള്ള വൈരാഗ്യം അവസാനിപ്പിക്കാൻ സമയമായോ? ആര് ജയിച്ചാലും തോറ്റാലും എനിക്കിനി വലിയ കാര്യമൊന്നുമില്ലല്ലോ. എന്നാൽ സിദ്ധാർത്ഥ് എപ്പോഴും ചിന്തിക്കുന്നത് നീലിമയെ പറ്റിയിട്ടാണ്. അവളുടെ സന്തോഷം, സമാധാനം, സുരക്ഷ, അതിനെല്ലാം അവൻ പ്രത്യേകം സമയം കണ്ടെത്താറുണ്ട്. പക്ഷേ എനിക്കത് ഒന്നുമാകുമെന്ന് തോന്നുന്നില്ല. ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ ശ്രദ്ധ ഫുള്ള് അതിൽ തന്നെയായിരിക്കും. അവൻ കാര്യങ്ങളെ അവലോകനം ചെയ്തു. അതിലൂടെ അവൻ സ്വന്തം പോരായ്മകളെ തിരിച്ചറിയാൻ ശ്രമിച്ചു. സിദ്ധാർത്ഥ് ജയിക്കാൻ അവൻ ശരിക്കും ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ നീലിമയെ പോലുള്ള ഒരു സ്ത്രീയെ കിട്ടിയവൻ ശരിക്കും ഭാഗ്യവാൻ തന്നെയാണ്. അത് ഭൈരവിന് സമ്മതിച്ചു കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് സിദ്ധാർത്ഥിനെയും നീലിമയും സഹായിക്കാൻ അവൻ തീരുമാനിച്ചു. അവൻ അങ്ങനെയുള്ള ഓരോ ചിന്തകളിൽ മുഴുകിയിരുന്നു. അപ്പോഴാണ് അവൻ്റെ ഫോൺ റിങ് ചെയ്തത്. അവൻ കോൾ അറ്റൻഡ് ചെയ്തു. കാതിൽ വെച്ചു. ഭൈരവ്, ഞാൻ നീലിമയാണ്. മറുവശത്തു നിന്നും നീലിമയുടെ മധുരമായ ശബ്ദം അവൻ കേട്ടു. നമുക്കൊന്ന് സംസാരിക്കാമോ? അതായത് എവിടെയെങ്കിലും വെച്ചിട്ട് നമുക്ക് കാണാമോ? നീലിമയുടെ ഉത്കണ്ഠ നിറഞ്ഞ ആ ഒരു ചോദ്യം അവൻ കേട്ടു. അവളുടെ ശബ്ദം കേട്ട് അവൻ്റെ ഹൃദയമിടിപ്പ് കൂടിയിരുന്നു. ആ നീലിമ, കുഴപ്പമില്ല, നമുക്ക് സംസാരിക്കാം. ഉച്ചയ്ക്ക് നമുക്ക് മീറ്റ് ചെയ്യാം. എവിടെ വെച്ച് വേണമെന്ന് താൻ പറയുന്ന ഭാഗത്തേക്ക് ഞാൻ വരാം, ഭൈരവ് പ്രതികരിച്ചു. അതിന് നന്ദി പറഞ്ഞ് നീലിമ ഫോണ് കട്ട് ചെയ്തു. പിന്നെ അവൾ സിദ്ധാർത്ഥിനെ നോക്കി. സിദ്ധു, ഭൈരവ് നമ്മുടെ കണ്ടീഷൻ ആക്സെപ്റ്റ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ എന്തു ചെയ്യും? അവൾ ഒരൽപ്പം പരിഭ്രമത്തോടെ ചോദിച്ചു. നീലിമയുമായി സിദ്ധാർത്ഥ് ഇന്നലെ രാത്രി മുഴുവൻ ചർച്ചയിലായിരുന്നു. അതിൻ്റെ അവസാനം അവനൊരു മാർഗം കണ്ടെത്തി. ഭൈരവ് ഡോണറായി നിന്നാൽ സിദ്ധാർത്ഥിൻ്റെ സ്വത്തുക്കളുടെ 50% ഭൈരവിന് നൽകുമെന്ന് അവൻ തീരുമാനിച്ചു. സിദ്ധാർത്ഥിൻ്റെ ആ ഒരു തീരുമാനത്തിൽ നീലിമ ശരിക്കും അങ്ങ് ഞെട്ടിയിരുന്നു. അവൾ കുറച്ചു നേരത്തേക്കൊന്നും തന്നെ മിണ്ടാൻ പോലും കഴിഞ്ഞില്ല. വിശ്വ ഗ്രൂപ്പിൻ്റെ 50% എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മനുഷ്യന് സ്വപ്നം കാണാൻ കഴിയാത്തതും അത്രമധികം മുതലുണ്ട്. ഭൈരവിന് അത് കിട്ടിയാൽ അവൻ്റെ അമൂല്യമായിട്ടുള്ള ഒരു നേട്ടം തന്നെയായിരിക്കും അത്. ഇത്തരത്തിലൊരു ത്യാഗം ചെയ്യാൻ സിദ്ധാർത്ഥിനോട് പറയാൻ എനിക്ക് എന്താണ് അവകാശം? അവൻ്റെ ഈ ഒരു ചിന്ത പോലും ശരിക്കും യുക്തിരഹിതമാണെന്ന് നീലിമയ്ക്ക് തോന്നി. പക്ഷേ അവനെ ആ തീരുമാനത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ നീലിമയ്ക്ക് കഴിഞ്ഞില്ല. അശ്വിൻ്റെ അവസ്ഥ ഇപ്പോഴും വളരെ മോശമാണ്. അതിനാൽ അവൾക്ക് മുൻപിൽ മറ്റു മാർഗങ്ങളൊന്നുമില്ലായിരുന്നു. അവൻ്റെ സഹായത്തിനു മുൻപിൽ ഈ ജന്മം മുഴുവൻ നീലിമ അവനോട് കടപ്പെട്ടിരിക്കുന്നു. പക്ഷേ അതുകൊണ്ടൊന്നും അവനോടുള്ള കടം വീട്ടാൻ അവൾക്ക് കഴിഞ്ഞില്ല. അതും നീലിമയ്ക്ക് വ്യക്തമായിട്ടറിയാം. തന്നെ സ്നേഹത്തോടെ പൊതിഞ്ഞു പിടിച്ച സിദ്ധാർത്ഥിൻ്റെ കൈകളാണ് അവളെ ആ ഒരു ചിന്തകളിൽ നിന്നും ഉണർത്തിയത്. എടോ, താനിങ്ങനെ ആവശ്യമില്ലാത്തതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കാതെ. ഈ ഓഫർ ഭൈരവ് എന്തായാലും സ്വീകരിക്കും. വിശ്വ ഗ്രൂപ്പിനെ മറികടക്കണമെന്നുള്ളത് അവൻ്റെ ജീവിത ലക്ഷ്യമാണ്, സിദ്ധാർത്ഥ് വിശദീകരിച്ചു. പക്ഷേ സിദ്ധു, നമ്മൾ ഓഫർ ചെയ്യുന്നത് വിശ്വ ഫാമിലിയുടെ തന്നെ പകുതി സ്വത്താണ്. ഇതൊരു തമാശയായിട്ട് സിദ്ധുവിന് തോന്നുന്നുണ്ടോ? എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവുമെന്ന് ചിന്തിച്ചു നോക്കി. അതൊക്കെ പോട്ടെ, സിദ്ധുവിൻ്റെ ഫാമിലി ഇതൊക്കെ അംഗീകരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? മുത്തശ്ശൻ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? എനിക്ക് ആലോചിച്ചിട്ട് തന്നെ പേടിയാവുന്നു. അത് പറയുന്നതിനൊപ്പം തന്നെ നീലിമയ്ക്ക് കുറ്റബോധവും തോന്നി. സിദ്ധാർത്ഥിനെ ഉയരങ്ങളിൽ നിന്നും താൻ വലിച്ചു താഴെയിടുന്നത് പോലെയാണ് അവൾക്കപ്പോൾ ഫീൽ ചെയ്തത്. നീയും അച്ചുവും എൻ്റെ കൂടെ ഉണ്ടാവണം. നിങ്ങളെക്കാളും വലിയ സ്വത്തൊന്നും എനിക്ക് വേണ്ട. നിങ്ങളെ ഞാൻ എങ്ങനെയാണ് നഷ്ടപ്പെടുത്തുക? ഇത് വെറും പണമല്ലേ, കഷ്ടപ്പെട്ടാൽ വീണ്ടും ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ നിന്നെയോ അച്ചുവിനോ എനിക്ക് നഷ്ടപ്പെട്ടാൽ എനിക്കതുപോലെ തന്നെ തിരിച്ചു കിട്ടുമോ? നോക്ക്, നിങ്ങൾ രണ്ടുപേർക്കും പകരം വെക്കാൻ എൻ്റെ ലൈഫിൽ മറ്റൊന്നിനും കഴിയില്ല. സിദ്ധു ആത്മാർത്ഥമായി തന്നെ നീലിമയെ നോക്കി പറഞ്ഞു. അത് കേട്ട് അവളുടെ മുഖം ചെറുതായി ഒന്ന് ചുവന്നു. സിദ്ധാർത്ഥ് സ്നേഹത്തോടെ അവളുടെ കവിളിൽ തട്ടി. എന്നിട്ടും മൃദുവായി അവളൊന്ന് ആലിംഗനം ചെയ്തു. ആ സമയം ഇരുവരും ഒന്നും തന്നെ മിണ്ടിയില്ല.
കണ്ണടച്ചു തുറക്കുന്ന നേരം കൊണ്ട് തന്നെ ഉച്ചയായി. മീറ്റിങ്ങിന് വേണ്ടി ഒരു ഹോട്ടലിൽ പ്രൈവറ്റ് റൂം സിദ്ധാർത്ഥ് അറേഞ്ച് ചെയ്തിരുന്നു. എന്നിട്ട് നീലിമയും അവനും ഭൈരവിന് വേണ്ടി കാത്തിരുന്നു. പലപ്പോഴും അവന് സ്ഥിരതയില്ലാത്ത സ്വഭാവങ്ങളാണ്. അതുകൊണ്ട് പറഞ്ഞ സമയമായിട്ടും അവൻ എത്തിയില്ല. അവൻ ഇനി പറഞ്ഞ വാക്ക് മാറ്റുമോ എന്നും നീലിമ സംശയിച്ചു. എങ്കിലും ഫോൺ എടുത്ത് അവനെ ഓർമ്മപ്പെടുത്താൻ അവൾ തയ്യാറായിരുന്നില്ല. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഭൈരവ് റൂമിലേക്ക് കയറി വന്നു. സിദ്ധാർത്ഥൻ്റെ ഒപ്പം ഇരിക്കുന്ന നീലിമയെ കണ്ടപ്പോൾ അവൻ്റെ കണ്ണുകൾ തിളങ്ങി. പക്ഷേ പെട്ടെന്ന് അവൻ്റെ ഭാവം അങ്ങ് മാറി. ഭൈരവ് ഒന്നും മിണ്ടാതെ അവൾക്ക് എതിർവശത്തായി സ്ഥാനം പിടിച്ചു. അവൻ എന്തോ മാറ്റമുള്ളതായി നീലിമക്ക് തോന്നി. പക്ഷേ അത് എന്താണെന്ന് കണ്ടെത്താൻ അവൾക്ക് കഴിഞ്ഞില്ല. അവർക്കിടയിൽ കുറേ നേരം കനത്ത നിശബ്ദത പടർന്നു. ആർക്കും എന്താണ് പരസ്പരം പറയേണ്ടതെന്ന് അറിയില്ലായിരുന്നു. ഭൈരവ്, എനിക്ക് തന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടന്നാലോ? ആ നിശബ്ദയെ ഭേദിച്ചുകൊണ്ട് തന്നെ സിദ്ധാർത്ഥ് തന്നെയായിരുന്നു പറഞ്ഞത്. ഭൈരവ് മുഖമുയർത്തി സിദ്ധാർത്ഥിനെ നോക്കിയിരുന്നു. നിനക്കറിയാവുന്നതുപോലെ നീലിമ എൻ്റെ ഭാര്യയാണ്. കൂടാതെ ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ ജീവിതാവസാനം വരെ ഇവൾ എൻ്റെ കൂടെ ഉണ്ടാവണം. അതുകൊണ്ട് അവൾ തനിക്ക് വിട്ടുതരുന്നതിനെ പറ്റിയിട്ട് ചർച്ച ചെയ്യാൻ എനിക്ക് കഴിയില്ല. എന്തിന്? അതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും എനിക്ക് പറ്റില്ല, സിദ്ധാർത്ഥ് വിശദീകരിച്ചു. അതുകൊണ്ട് അവളെ മാറ്റി നിർത്തി നമുക്ക് സംസാരിക്കാം. നീലിമയും അച്ചുവിനെയും എനിക്ക് വേണം. പകരം അച്ചുവിന് ഡോണർ ആവുന്നതിന് മറ്റെന്ത് കണ്ടീഷനും തനിക്ക് മുന്നോട്ട് വെക്കാം. ഞാനത് അംഗീകരിക്കും. സിദ്ധാർത്ഥ് വാക്ക് നൽകി. അത് കേട്ടപ്പോൾ ഭൈരവിൻ്റെ കണ്ണുകൾ തിളങ്ങി. അവൻ ആവേശത്തോടെ മുന്നോട്ട് ആഞ്ഞിരുന്നു ഇരുവരെയും നോക്കി. എന്ത് കണ്ടീഷൻ? സിദ്ധാർത്ഥ് എന്തിനെ പറ്റിയായി പറയുന്നത്? ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു തരികയാണെങ്കിൽ നന്നായിരുന്നു എന്ന് ഭൈരവ് പ്രതികരിച്ചു. അശ്വിൻ്റെ അവസ്ഥയിൽ അവന് പ്രത്യേകിച്ച് ടെൻഷനൊന്നുമില്ലെന്ന് നീലിമ കണ്ടു. അവളുടെ ഹൃദയത്തിലെ തണുപ്പ് തീവ്രമായി. അശ്വിൻ്റെ അച്ഛൻ അവനാണെന്ന് ഭൈരവ് തന്നെയാണ് പറഞ്ഞത്. എന്നിട്ടും സ്വന്തം താല്പര്യങ്ങൾക്കാണ് അവൻ മുൻതൂക്കം നൽകുന്നത്. നീലിമക്ക് ഭൈരവിനോട് ശരിക്കും ദേഷ്യം തോന്നി. അല്ലെങ്കിലും ജനിപ്പിച്ചെന്ന് കരുതിയ അച്ഛനായില്ലല്ലോ. അശ്വിൻ്റെ ഡാഡി അതൊന്നു മാത്രമാണ്. അച്ചുവിൻ്റെ ഡോണറായി താൻ നിൽക്കണം. പകരം തനിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്തു തരാം. ഇത് കേട്ട ഭൈരവിന് അല്പം പോലും പരിഭ്രമം തോന്നിയിരുന്നില്ല. ഇത്രയും കാലം എന്നോട് വഴക്കിട്ട് ഇപ്പം എന്താ വേണ്ടത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ സിദ്ധാർത്ഥ് മറ്റെന്തിനേക്കാളും പ്രാധാന്യം നീലിമക്കായിരിക്കുമോ? ഭൈരവ് ആശ്ചര്യപ്പെട്ട് അവരെക്കുറിച്ച് ആലോചിച്ചു. അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഭൈരവിൻ്റെ സംശയം നിറഞ്ഞു. സിദ്ധാർത്ഥിനോട് ആക്ഷേപകരമായി സംസാരിക്കാതിരിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. ആണോ? അങ്ങനെയാണെങ്കിൽ ഒരു ഓഫർ അങ്ങ് മുന്നോട്ട് വെക്കാം. അച്ചുവിനെ ഞാൻ തന്നെ ഡോണർ ആവാം. പകരം വിശ്വ ഗ്രൂപ്പിൻ്റെ പകുതി ഷെയർ എനിക്ക് എഴുതി തരണം. പറ്റുമോ? ഭൈരവ് കളിയായി ചോദിച്ചു. ശരി, സമ്മതം, സിദ്ധാർത്ഥ ശാന്തനായി തന്നെ മറുപടി നൽകി. ആ മറുപടിയിൽ ഭൈരവ് ശരിക്കും അങ്ങ് ഞെട്ടിപ്പോയി. താൻ എന്ത് ചോദിച്ചാലും അവൻ തരുമോ എന്ന് ഉറപ്പിന് വേണ്ടിയിട്ട് മാത്രമാണ് ഭൈരവ് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. ഉടനടി സിദ്ധാർത്ഥ സമ്മതിക്കുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. വിശ്വ ഗ്രൂപ്പിൻ്റെ പകുതി ആസ്തി, അത് ഭയങ്കരമായ വലിയൊരു നിധിയുടെ കൂമ്പാരം തന്നെയാണ്. അത് കേവലം ഒരു സ്ത്രീക്കും കുഞ്ഞിനും വേണ്ടിയിട്ട് അവൻ നൽകാൻ പോകുന്നു. അത് കേട്ടപ്പോൾ തെറ്റിപ്പോയതാണോ എന്ന് പോലും ഭൈരവ് സംശയിച്ചു. ഭൈരവ് ശാന്തത നടിച്ചു. പക്ഷേ അവൻ്റെ മനസ്സൊക്കെ ആകെ കലങ്ങി മറിഞ്ഞിരുന്നു. മറുപടി നൽകാൻ പോലും കഴിയാതെ അവൻ നിശബ്ദനായി. നീലിമയാണെങ്കിൽ അവൻ മിണ്ടാതിരിക്കുന്നത് കണ്ട് ടെൻഷനായിരുന്നു. പ്ലീസ് ഭൈരവ്, നമുക്ക് ചെയ്യാവുന്നതിൻ്റെ മാക്സിമമാണിത്. അതുകൊണ്ട് ഇനി നീ പിന്മാറരുത്, നീലിമ പറഞ്ഞു. ഇതിൽ കൂടുതൽ മറ്റൊന്നും ചെയ്യാൻ അവൾ സിദ്ധാർത്ഥിനെ അനുവദിക്കുന്നില്ല. അങ്ങനെ ഒരു ധ്വനി കൂടി വാക്കുകളിൽ ഉണ്ടായിരുന്നു. നീലിമ പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഭൈരവ് ക്രമേണ യാഥാർത്ഥ്യത്തിലേക്ക് മടങ്ങി. അവൻ ചിരിച്ചു. നീലിമ, ഞാൻ അത്യാഗ്രഹിയായ നീചനായ ഒരാളാണെന്ന് നീ കരുതുന്നുവെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല, ഭൈരവ് പറഞ്ഞു. അവൻ്റെ കണ്ണുകളിൽ പെട്ടെന്ന് തന്നെ ഒരു സങ്കടം നിഴലിച്ചു. പക്ഷേ അത് സത്യമല്ലേ? നിങ്ങൾ എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെയാണ്, നീലിമ പറഞ്ഞു. ഭൈരവിന് നെഞ്ചിൽ കത്തി കുത്തി കയറിയതുപോലെ വേദനിച്ചു. എങ്കിലും ആ നിമിഷം തന്നെ വേദനിപ്പിക്കുന്ന വികാരങ്ങളെ അവൻ ഉള്ളിലടക്കി. എന്നിട്ട് വീണ്ടും അങ്ങ് ചിരിച്ചു. അത് വിട്ടേക്ക്, എനിക്കെന്തായാലും എല്ലാം നഷ്ടമായി. നിന്റെ കണ്ണിൽ ഞാൻ ഇപ്പോഴും വെറും ദുഷ്ടനല്ലേ, അവൻ പറഞ്ഞു. ആ വാക്കുകൾക്ക് പിന്നിലെ അർത്ഥം അവൾക്ക് മനസ്സിലായിരുന്നില്ല. അത് സിദ്ധാർത്ഥിനെയും നീലിമയും ആശയക്കുഴപ്പത്തിലാക്കി. അവനോട് എന്തോ പറയാൻ ശ്രമിച്ചു. എന്നാൽ അതിനു മുൻപേ തന്നെ തൻ്റെ ബാഗിൽ നിന്നും ഭൈരവ് ഒരു ഡോക്യുമെൻ്റ് പുറത്തേക്കെടുത്തു. എന്നിട്ട് സിദ്ധാർത്ഥിൻ്റെയും നീലിമയുടെയും മുന്നിലേക്ക് ടേബിളിലേക്ക് അങ്ങ് വെച്ചു. സിദ്ധാർത്ഥ്, നിങ്ങൾ ടെൻഷനാവണ്ട. വിശ്വ ഗ്രൂപ്പിൻ്റെ സ്വത്തൊന്നും എനിക്ക് വേണ്ട, അവൻ പറഞ്ഞു. നിങ്ങളുടെ ബിസിനസ്സിനെ മറികടന്ന് ഉയർന്നു വരാൻ എനിക്ക് നല്ലപോലെ ആഗ്രഹമുണ്ട്. പക്ഷേ അത് നിന്റെ സ്വന്തം മുതൽ തട്ടിയെടുത്തുകൊണ്ടൊന്നുമല്ല. ഞാൻ അത്ര നല്ലവനാണ് എന്നൊന്നുമല്ല ഈ പറഞ്ഞു വരുന്നത്. പക്ഷേ നന്നാവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എങ്ങനെയൊക്കെ ആയാലും ഞാൻ ഇത്രയും വളർന്നില്ലേ, ഇനിയും മുന്നോട്ട് പോവാൻ എൻ്റെ ഹാർഡ് വർക്ക് മാത്രം മതി, അവൻ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി. സിദ്ധാർത്ഥിനൊന്നും മനസ്സിലാവാതെ ആ ഡോക്യുമെൻറ്റിലേക്കും മുഖത്തേക്കും മാറി മാറി നോക്കി. നിങ്ങൾ എന്തായി ചിന്തിക്കുന്നത് എന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. അശ്വിൻ്റെ അസുഖത്തിൻ്റെ കാര്യമല്ലേ, അതിനുള്ള ഉത്തരമെല്ലാം ഈ ഫയലിലുണ്ട്, അതും പറഞ്ഞ് അവൻ നീലിമയെ നോക്കി.
നീലിമ, അച്ചുവിൻ്റെ കാര്യത്തിൽ ഞാൻ നിന്നോട് ഒരുപാടധികം കള്ളം പറഞ്ഞിട്ടുണ്ട്. ഞാനല്ല അച്ചുവിൻ്റെ അച്ഛൻ. നിന്നെ കിട്ടാൻ വേണ്ടി ഞാൻ നടത്തിയ വെറും ഒരു നാടകം തന്നെയായിരുന്നു അത്. അത് കേട്ട് നീലിമ ഞെട്ടലോട് തന്നെ കണ്ണ് മിഴിച്ചു നോക്കി. എന്ത്? നീ എന്താ പറഞ്ഞത്? അച്ചുവിൻ്റെ അച്ഛൻ നീ അല്ല എന്നോ? പിന്നെ ആരാ? നീലിമ പരിഭ്രാന്തി നിറഞ്ഞുകൊണ്ട് ചോദിച്ചു. ഈ വിധി എന്താ എന്നോട് ഇത്രയും അധികം ക്രൂരത കാണിക്കുന്നത്? ഇനി അച്ചുവിനെ ഞാൻ എന്ത് ചെയ്യും? അവൾ വിഷമത്തോടെ ചിന്തിച്ചു. ഭൈരവ് അവൾക്ക് നൽകിയ മറുപടി ആ ഫയലിൽ തന്നെ കണ്ണുറപ്പിച്ചു. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് വേണ്ട ഉത്തരമെല്ലാം ഈ ഡോക്യുമെന്റിൽ തന്നെ നിന്ന് കിട്ടും. ഞാൻ വെറുതെ പറയുന്നതല്ല, അവൻ ഒരിക്കൽ കൂടി ആവർത്തിച്ചു. പിന്നെ സിദ്ധാർത്ഥ്, നീ പല കാര്യത്തിലും എന്നേക്കാൾ ശക്തനാണ്. പക്ഷേ നീ നീലിമയിൽ മാത്രം അങ്ങ് ശ്രദ്ധ കൊടുത്തു. അശ്വിൻ്റെ അച്ഛൻ ആരായിരുന്നാലും നിനക്കൊരു പ്രശ്നമായിരുന്നില്ല. അവനെ സ്വന്തം മകനെ പോലെ നീ കണ്ടു. അതൊരു നല്ല ക്വാളിറ്റിയാണ്. പക്ഷേ അതുകൊണ്ടാണ് ഞാൻ കണ്ടെത്തിയ കാര്യങ്ങൾ നിനക്ക് കണ്ടെത്താൻ പറ്റാതെ പോയതും. അതായത് നിനക്ക് ഈ ഡോക്യുമെൻ്റിലുള്ള കാര്യങ്ങളൊക്കെ മുന്നേ കണ്ടെത്താൻ കഴിയാത്തത് നിന്റെ ആ ഒരു ക്വാളിറ്റി കാരണമാണ്. ഭൈരവ് സിദ്ധാർത്ഥിനോടായി പറഞ്ഞു. ഭൈരവിൻ്റെ വാക്കുകളിൽ നിന്നും നീലിമക്കും സിദ്ധാർത്ഥിലും എന്തൊക്കെയോ മനസ്സിലായി. ആ ഫയലിലുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അവളിൽ ആകാംക്ഷ നിറഞ്ഞു. നീലിമ അത് കയ്യിലേക്കെടുത്ത് വായിക്കാൻ ആഗ്രഹിച്ചു. അതിനായി അവൾ ശ്രമിച്ചുവെങ്കിലും ഭൈരവ് അപ്പോൾ തന്നെ നീലിമയെ തടഞ്ഞു നിന്നു. വെയിറ്റ്, ഞാൻ എവിടെ നിന്നും പോകുന്നതുവരെ നീ ഇതിൽ തുടരുത്. ഇത് നീ ഫയൽ തുറക്കരുത്, ഭൈരവ് ഒരാവശ്യം പോലെ പറഞ്ഞു. അവൻ്റെ മുഖഭാവം കണ്ടപ്പോൾ അവനെ അവൾക്ക് അനുസരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഭൈരവ് ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു. പിന്നെ ഇരുവരെയും ഒന്ന് നോക്കി. സിദ്ധാർത്ഥ്, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ എൻ്റെ ആളുകളെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ആ പ്രശ്നം ഇതുവരെ തീർന്നിട്ടില്ല. അതുകൊണ്ട് വൈകാതെ തന്നെ ഞാൻ തിരിച്ചു വരും. ഇതുവരെ നമ്മൾ തമ്മിലുണ്ടായിരുന്ന മത്സരം ഇനിയും തുടരും. ഇത്രയും നല്ലൊരു എതിരാളിയെ ആരും നഷ്ടപ്പെടുത്തില്ലല്ലോ. അതും പറഞ്ഞ് ഭൈരവങ്ങ് ചിരിച്ചു. നീ വാ, ഞാൻ കാത്തിരിക്കാമെന്ന് സിദ്ധാർത്ഥും പ്രതികരിച്ചു. അധികം വൈകാതെ തന്നെ ഭൈരവ് ഇരുവരോടും യാത്ര പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി. അതോടുകൂടെ നീലിമയുടെയും സിദ്ധാർത്ഥിൻ്റെയും ശ്രദ്ധ നേരെ ആ ഒരു ഡോക്യുമെന്റിലേക്ക് എത്തി. അതിലെ രഹസ്യം അറിയാൻ ഇരുവരും ഒരുപോലെ തന്നെ ആകാംക്ഷയോടെയും ആവേശത്തോടെയും നിറഞ്ഞു നിന്നു. ആ ഡോക്യുമെന്റ് അവർക്ക് ആദ്യം കയ്യിലെടുക്കണമെന്നുണ്ടായിരുന്നു. അതിലെ രഹസ്യം താൻ തന്നെ ആദ്യം അറിയണമെന്ന് അവൾ ആഗ്രഹിച്ചു. അതേസമയം അവൾക്ക് പരിഭ്രമം ഉണ്ടായിരുന്നു. ഡോക്യുമെന്റിൽ പറയുന്ന ആ ഒരു കാര്യം ഒരു പക്ഷേ തൻ്റെ മാനസികാവസ്ഥയെ തകിടം മറിക്കുന്നതാണെങ്കിലോ? അവളിൽ അസ്വസ്ഥതയും ഭയവും നിറഞ്ഞു. അതുകൊണ്ട് സിദ്ധാർത്ഥ് അവളുടെ തോളിൽ തട്ടി സമാധാനിപ്പിച്ചു. അങ്ങനെ ടെൻഷൻ ആവാതിരിക്ക്. ഈ ഡോക്യുമെന്റിൽ എന്ത് കാര്യം പറഞ്ഞാലും നമ്മൾ അതിനെ ഒരുമിച്ച് തന്നെ ഫേസ് ചെയ്യും, ഓക്കെ? സിദ്ധാർത്ഥ് അവളെ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചു. എന്നിട്ട് ആ ഡോക്യുമെന്റ് അവൻ കയ്യിലെടുത്തു. ഇതിലെ കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ തന്നെ ആദ്യം നോക്കാം, അതല്ലേ അതിൻ്റെ ഒരു ശരി, സിദ്ധാർത്ഥ് പറഞ്ഞു. ആ ഫയലിൽ മോശം വാർത്തകളുണ്ടെങ്കിൽ നീലിമക്കത് സഹിക്കാൻ കഴിയില്ല എന്ന കാര്യം സിദ്ധാർത്ഥിന് അറിയാമായിരുന്നു. ഭൈരവ് തങ്ങളെ കളിപ്പിക്കുന്നതാണെങ്കിൽ അവനെ വെറുതെ വിടില്ല എന്ന് മനസ്സിലുറപ്പിച്ചു. വിറക്കുന്ന കൈയോടെ തന്നെ ആ ഒരു ഡോക്യുമെന്റിന്റെ ആദ്യ പേജ് മറിച്ചു. മാറി നിൽക്കുന്ന നീലിമയുടെ ഹൃദയം അതുപോലെ തന്നെ വിറക്കുന്നുണ്ടായിരുന്നു. സിദ്ധാർത്ഥിന്റെ കണ്ണുകൾ അതിലെ വരികളിലൂടെ സഞ്ചരിച്ചു. അതനുസരിച്ച് അവന്റെ മുഖത്ത് പല ഭാവങ്ങളും നിറയുന്നുണ്ടായിരുന്നു. അതിലേക്ക് ഒറ്റൊരു നോട്ടം നോക്കിയതോടുകൂടി തന്നെ പേടിയോടുകൂടി തന്നെ നീലിമയെ നോക്കി നിന്നു പോകുന്നതും കാണിച്ചു കൊണ്ടാട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. ആ ഒരു ഫയലിൽ എഴുതിയിരിക്കുന്നത് അശ്വിൻ്റെ DNA ടെസ്റ്റ് റിസൾട്ട് ആയിരിക്കും. ഇനി ആ ടെസ്റ്റ് റിസൾട്ട് എന്താണെന്നുള്ളത് നാളത്തെ എപ്പിസോഡിൽ നമുക്ക് വ്യക്തമായിട്ട് തന്നെ കാണാട്ടോ. എല്ലാവരും പ്രതീക്ഷിക്കുന്ന രീതിയിലല്ല, വമ്പൻ ട്വിസ്റ്റ് നിറഞ്ഞ അടിപൊളി ക്ലൈമാക്സ് തന്നെയാണ് നാളത്തെ എപ്പിസോഡിൽ വരാൻ പോകുന്നത്. അപ്പോൾ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നാളെ ഇതേ സമയത്ത് തന്നെ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പ്രേമം സീരീസ് ഡെയിലി അപ്ലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കമൻറ്റ്സ് വേണം കേട്ടോ. കമൻറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഡെയിലി ഇനി മുതൽ നിർത്താതെ വീഡിയോസൊക്കെ ഇടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.